എല്ലാവരും അടുത്ത ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുക. അടുത്ത ചാപ്റ്ററിൻ്റെ പേരെന്താ? അടുത്ത ചാപ്റ്ററിൻ്റെ പേര് പോളിമേഴ്സ്. ഹെഡിങ് എഴുതിക്കുക, പോളിമേഴ്സ്. യെസ്, ഇത് ഒരു പ്രത്യേക രൂപത്തിൽ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം, ഒരു പോളിമർ ഉണ്ടാകുന്നത് ഒരു കുറച്ച് മോണോമർ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ചൂടാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, പോളിമർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോളിമർ പലതരത്തിലുള്ള ലീനിയർ പോളിമർ ഉണ്ട്, കാരണം ഇങ്ങനെ നേരെ ഇങ്ങനെ പോകുന്ന പോളിമർ ഉണ്ട്, ബ്രാഞ്ചിഡ് പോളിമർ ഉണ്ട് അല്ലേ, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള പോളിമേഴ്സ് ഉണ്ട്. ഓക്കെ, ക്രോസ് ലിങ്ക്ഡ് പോളിമർ ഉണ്ട്, ബ്രാഞ്ചിങ് ഉണ്ടാവുകയും ചെയ്യും, പിന്നെ ക്രോസ് ലിങ്കിങ് ഉണ്ടാവും. അങ്ങനെയുള്ള പോളിമറിനെ ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്നൊക്കെ പറയും. നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ പോളിമറൊക്കെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്: അഡീഷൻ പോളിമറും കണ്ടൻസേഷൻ പോളിമറും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം അഡീഷൻ പോളിമറിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കുക, കണ്ടൻസേഷൻ പോളിമറിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കുക. അതിനുശേഷം പോളിമറിൻ്റെ മോളിക്കുലർ ഫോഴ്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഐഡിയയും പഠിക്കുക. അതാണ് പോളിമേഴ്സിലുള്ളത് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം അഡീഷൻ പോളിമേഴ്സ് ഹെഡിങ് എഴുതിയേ. അഡീഷൻ പോളിമേഴ്സ്, അതിനെ ചെയിൻ ഗ്രോത്ത് പോളിമർ എന്ന് വിളിക്കും. അഡീഷൻ പോളിമേഴ്സ് അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് പോളിമർ അല്ലേ? അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചെയിൻ കണ്ടി, ചങ്ങല ഒരു ഇത് അതിനോട് കണക്ട് ചെയ്ത് അടുത്ത്, പിന്നെ അതിൻ്റെ കൂടെ അടുത്ത്, അങ്ങനെ. അതായത് ഇങ്ങനെ പറയാം, ഒരു മോണോമറും വേറൊരു മോണോമറും കമ്പയർ ചെയ്താൽ രണ്ട് മോണോമറുള്ള യൂണിറ്റ് ആവും. ആ രണ്ട് മോണോമറിനോട് കൂടി ഒരു മോണോമർ കൂടി ചേർന്നാലോ 3 മോണോമറുള്ള യൂണിറ്റ് ആവും. അങ്ങനെ അത് കണ്ടിരിക്കും. അതായത് 1 + 1 = 2, 2 + 1 = 3, 3 + 1 = 4. അതാണ് ചെയിൻ ഗ്രോത്ത് പോളിമർ. മനസ്സിലായോ? അപ്പോൾ ഇത് പോളിമേഴ്സ് ഫോംഡ് ബൈ ദി repeated addition of monomers. Polymers formed by the repeated addition of monomers. Repeated addition of monomers is called addition or chain growth polymer. Addition or chain growth polymer. ഇതില്ലേ അഡീഷൻ ഓർ ചെയിൻ ഗ്രോത്ത് പോളിമർ. യെസ്, എക്സാമ്പിൾ നമുക്ക് കുറച്ച് 1-2 എക്സാമ്പിൾ നമുക്ക് നോക്കാം, കിട്ടില്ലേ? അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ പോളിത്തീൻ എഴുതുക. പോളിത്തീൻ ആദ്യം പറയട്ടെ. പോളിത്തീൻ്റെ മോണോമർ എത്തിലീൻ അല്ലെങ്കിൽ എത്തീനാണ്. എത്തീൻ. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് എത്തീൻ, കേട്ടില്ലേ? ആ CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ പോളിമറൈസ് ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള പോളിത്തീൻ കിട്ടാറുണ്ട്. അതിൽ ലോ ഡെൻസിറ്റി പോളിത്തീനും ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, 2 പോളിത്തീൻ കിട്ടാറുണ്ട്. അതിൽ പോളിത്തീൻ അതിൽ ഒന്നാമത്തത് LDP, ലോ ഡെൻസിറ്റി പോളിത്തീൻ. അത് CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ പോളിമറൈസ് ചെയ്യുമ്പോൾ പോളിത്തീൻ കിട്ടാൻ എങ്ങനെ, ഏത് പോളിത്തീൻ ആയാലും നമ്മളെങ്ങനെ എഴുതുന്നുണ്ട്? CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെങ്കിൽ CH2 സിംഗിൾ ബോണ്ട് CH2 ആക്കുക, 2 ഭാഗത്ത് ഓരോ വര വരക്കുക, എന്നിട്ട് n ടൈംസ് എഴുതുക. ഇതാണ് ശരിക്ക് ഏത് പോളിത്തീൻ. അതിൽ LDP ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് അറിയോ, ഇതിനെ പിന്നെ 1000 to 2000 അറ്റ്മോസ് പ്രഷർ, പിന്നെ വേണ്ടുന്നത് 350 to 570 കെൽവിൻ, പിന്നെ ഡയോക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ ഓർ എ പെറോക്സൈഡ്, ഒരു പെറോക്സൈഡിൻ്റെ ഇനീഷ്യേറ്ററായിട്ട് ഉപയോഗിക്കണം. ഓക്സിജൻ അല്ലെങ്കിൽ ഒരു പെറോക്സൈഡ് ഇനീഷ്യേറ്ററായിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ഇത്രയും ചെയ്താൽ കിട്ടുന്ന സാധനമാണ് LDP, ലോ ഡെൻസിറ്റി പോളിത്തീൻ. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് ethylene is heated at 350 to 570 Kelvin. At 350 to 570 Kelvin, under high pressure 1000 to 2000 atmos, in the presence of dioxin or a peroxide as initiator.
dioxin or a peroxide as initiator, എഴുതില്ലേ? ഇനി ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ നടക്കില്ല. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പേര് വാക്കി മാത്രമേ എഴുതുന്നില്ല, അത്ര ആവശ്യമില്ല നിങ്ങൾക്ക് കേട്ടോ. ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ടേക്സ് പ്ലേസ് ടു ഫോം ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ടേക്സ് പ്ലേസ് ടു ഫോം ലോ ഡെൻസിറ്റി പോളിത്തീൻ. ആ പേര് തന്നെ ഉണ്ട്. ലോ ഡെൻസിറ്റി ആവാൻ കാരണം എന്താണ്? ഡെൻസിറ്റി കുറയാനുള്ള കാരണം പാക്കിംഗ് എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ അത് എന്താണ്? ലീനിയർ അല്ല. ആ മോളിക്യൂള് ബ്രാഞ്ചിങ് ഉണ്ടാവും. കിട്ടുമെന്നേ. അപ്പോൾ ഇറ്റ് ഈസ് എ ബ്രാഞ്ച്ഡ് പോളിമർ. എഴുതിയോ? എന്തുകൊണ്ടാണ് ബ്രാഞ്ചിലാണെന്ന് പറഞ്ഞത്? കാരണം പാക്കിംഗ് എഫിഷ്യൻ്റ് അല്ല, അതുകൊണ്ടല്ലേ ഡെൻസിറ്റി കുറഞ്ഞത്. ബ്രാഞ്ച് പോളിമർ മാത്രമല്ല, അതെന്താ, അത് എങ്ങനെയാണ്? ഇങ്ങനെ ഫ്ലെക്സിബിളാണ്. കിട്ടുമെന്നേ. മനസ്സിലായി? ഹാർഡാണ്, ടഫാണ്. ഹാർഡെന്ന് പറഞ്ഞാൽ ടഫാണ്, പക്ഷേ ഫ്ലെക്സിബിളാണ്. കിട്ടുമോ? ഇറ്റ് ഈസ് ടഫ് ബട്ട് ഫ്ലെക്സിബിൾ. എഴുതിയോ? ഹെൻസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലെക്സിബിൾ പൈപ്സ്, ടോയ്സ് എക്സെട്ര. ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലെക്സിബിൾ പൈപ്സ്, ടോയ്സ് എക്സെട്ര. എഴുതിയോ? ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലെക്സിബിൾ പൈപ്സ്, ടോയ്സ് എക്സെട്ര. ക്ലിയർ? ഇതിനടുത്ത് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എഴുതുക. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറഞ്ഞാൽ എത്തിലീൻ തന്നെ, CH2 ഡബിൾ ബോണ്ട് CH2. ഇത് പോളിമറൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. സീഗ്ലർ നട്ട NATTA സീഗ്ലർ നട്ട കാറ്റലിസ്റ്റ്. സീഗ്ലർ നട്ട കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 6 to 7 അറ്റ്മോസ്, അതുപോലെ 333 to 343 കെൽവിൻ കേട്ടോ ടെമ്പറേച്ചർ. ജസ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ എഴുതിയാൽ മതി. അന്നേരം കിട്ടുന്ന സാധനമാണ് HDP കേട്ടോ, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. അപ്പോൾ എഴുതിക്കോ. വെൻ എത്തിലിൻ ഈസ് ഹീറ്റഡ് at 333 to 343 Kelvin, എഴുതിയോ? 333 to 343 Kelvin, 6 to 7 atmosphere pressure, and in the presence of Ziegler-Natta catalyst, Ziegler ZIEGLER NATTA Ziegler-Natta catalyst bracket C2H5 thrice Al, അതായത് ട്രൈ ഈഥൈൽ അലൂമിനിയം പ്ലസ് TiCl4. ഇതാണ് Ziegler-Natta catalyst. C2H5 thrice Al plus TiCl4. എഴുതിയോ? ഇൻ ദി പ്രസൻസ് ഓഫ് Ziegler-Natta catalyst ബ്രാക്കറ്റിൽ ട്രൈ ഈഥൈൽ അലൂമിനിയം പ്ലസ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഈസ് ഫോംഡ്. കേട്ടോ? കാറ്റയോണിക് പോളിമറൈസേഷൻ അതിന് പറയുന്ന പേര്. വേണമെങ്കിൽ അതുകൂടി ചേർത്തോ. കാറ്റയോണിക് പോളിമറൈസേഷൻ ടേക്സ് പ്ലേസ് ടു ഫോം ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. കാറ്റയോണിക് പോളിമറൈസേഷൻ ടേക്സ് പ്ലേസ് ടു ഫോം ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. എഴുതിയല്ലോ? ആ പേര് തന്നെ ഉണ്ട്. ഹൈ ഡെൻസിറ്റി ആവാൻ കാരണം, ഡെൻസിറ്റി കൂടുതലാവാൻ കാരണം പാക്കിംഗ് എഫിഷ്യൻ്റ് ആണ്. പാക്കിംഗ് എഫിഷ്യൻ്റ് ആവാൻ കാരണം ലീനിയർ ആണ്. കിട്ടുമെന്ന്. ഇറ്റ് ഈസ് എ ലീനിയർ പോളിമർ, more hard and tough, not flexible. More hard and tough, not flexible. എഴുതിയോ? more hard and tough, not flexible. ഇത് സാധാരണ ഇത് ടഫായിട്ടുള്ള പ്ലാസ്റ്റിക് ഉണ്ടാക്കാല്ലേ, ബക്കറ്റ്, ഡസ്റ്റ്ബിൻ ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബക്കറ്റ്സ്, ഡസ്റ്റ്ബിൻ എക്സെട്ര. ബക്കറ്റ്സ്, ഡസ്റ്റ്ബിൻ എക്സെട്ര. ഓക്കെ, യെസ്. ഇനി മറ്റൊരു അഡീഷണൽ പോളിമർ എഴുതുക, ടെഫ്ലോൺ. TFLON, ടെഫ്ലോൺ. അത് ടെഫ്ലോൺ നേരെ എഴുതിക്കോ. എന്താണ്? ഇറ്റ് ഈസ് എൻ അഡീഷൻ പോളിമർ ഓഫ് ടെട്രാഫ്ലൂറോഎത്തിലീൻ. ഓക്കെ, ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ ടെട്രാഫ്ലൂറോഎത്തിലീൻ്റെ അഡീഷൻ പോളിമറാണ്. ഒന്നുമില്ല, ഓക്കെ. ടെട്രാഫ്ലൂറോഎത്തിലീൻ്റെ ഫോർമുല CF2 ഡബിൾ ബോണ്ട് CF2 ഡബിൾ ബോണ്ട് CF2. ഇത് N മോളിക്യൂൾസ് ആണെന്ന് അറിയാലോ. ഇത് പോളിമറൈസേഷൻ നടക്കുമ്പോൾ പോളിമറൈസേഷൻ എഴുതിയാൽ മതി. ബാക്കി ടെക്നിക്ക് അറിയാലോ. CF2 ഡബിൾ ബോണ്ട് ഇതാക്കുക, സിംഗിൾ ബോണ്ട്, എന്നിട്ട് രണ്ട് ഭാഗത്ത് സിംഗിൾ ബോണ്ട് ഇടുക N ടൈംസ്. ഇതാണ് ടെട്രാഫ്ലൂറോഎത്തിലീൻ, ടെഫ്ലോൺ. അതിന് പോളി ടെട്രാഫ്ലൂറോഎത്തിലീൻ എന്ന് വിളിക്കാറുണ്ട്, PTFE. പോളി ടെട്രാഫ്ലൂറോഎത്തിലീൻ PTFE എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇത് സാധാരണ ഏത് നോൺ സ്റ്റിക്ക് സർഫസ് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ
മേക്കിംഗ് നോൺ സ്റ്റിക്ക് സർഫസ്. ഓക്കെ, മേക്കിംഗ് നോൺ സ്റ്റിക്ക് സർഫസ്. യൂസ് നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ ജസ്റ്റ് അറിയുന്ന യൂസ് പറഞ്ഞു അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ ക്ലിയർ ആയല്ലോ. ദെൻ മറ്റൊന്നത് പോളിപ്രൊപ്പീൻ. എഴുതിയേ, പോളിപ്രൊപ്പീൻ. പോളിപ്രൊപ്പീൻ എഴുതിയില്ലേ? പോളിപ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പീൻ്റെ പോളിമറാണ്. എന്താ പ്രൊപ്പീൻ? പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ CH3 CH ഡബിൾ ബോണ്ട് CH2. പോളിമർ എഴുതുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? CH ഡബിൾ ബോണ്ട് CH2 എഴുതുക. എന്നിട്ട് ഈ CH3 ഉണ്ടെങ്കിൽ ആ താഴോട്ട് എഴുതുക, താഴോട്ടോ മേലോട്ടോ. അപ്പോൾ ഇത് N മോളിക്യൂൾ. പോളിമറൈസേഷൻ എറോ മാർക്കിൻ്റെ മുകളിൽ എഴുതുക, CH2 എഴുതുക. ഇവിടെ CH3 ഉണ്ടാവും. പിന്നെ രണ്ട് ഭാഗത്ത് സിംഗിൾ ബോണ്ട് ഇടുക, എത്ര ടൈംസ്? N ടൈംസ്. ഇതാണ് പോളിപ്രൊപ്പീൻ. അപ്പോൾ ഇറ്റ് ഈസ് എൻ അഡീഷണൽ പോളിമർ ഓഫ് പ്രൊപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്പിലീൻ. എഴുതിയോ? ഇറ്റ് ഈസ് എൻ അഡീഷണൽ പോളിമർ ഓഫ് പ്രൊപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്പിലീൻ. ഒരു ഇക്വേഷൻ എഴുതാം. ഇത് റോപ്പില്ലേ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കയർ, അത് അതിന് മെയിനായിട്ട് ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റോപ്സ്. ROPS, റോപ്സ്. എഴുതിയോ? ഓക്കെ, പോളിപ്രൊപ്പീൻ. ക്ലിയർ ആയല്ലോ. ഇനി പിന്നെ നമുക്കറിയുന്ന സാധനമാണ് PVC, പോളിവിനൈൽ ക്ലോറൈഡ്. എഴുതിയേ, പോളിവിനൈൽ ക്ലോറൈഡ്, PVC. പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, വാട്ടർ പൈപ്പ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് PVC. അപ്പോൾ ഇറ്റ് ഈസ് എൻ അഡീഷണൽ പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH Cl ആണ്. താഴോട്ട് Cl എഴുതിക്കോ. എഴുതില്ലേ? CH2 ഡബിൾ ബോണ്ട് CH Cl ആണ് വിനൈൽ ക്ലോറൈഡ്. ഇത് N മോളിക്യൂൾ. പോളിമറൈസേഷൻ നടക്കുമ്പോൾ എന്താ കിട്ടുക? CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും CH, ഇവിടെ Cl ഉണ്ടല്ലേ? രണ്ട് ഭാഗം സിംഗിൾ ബോണ്ട് N ടൈംസ് PVC. യൂസ് നമുക്കറിയാം, പോളിവിനൈൽ ക്ലോറൈഡ്. അടുത്തത് പോളി അക്രൈലോ നൈട്രൈൽ. ഇത് നെക്സ്റ്റ് പോളി അക്രൈലോ, ACRYL, അക്രൈലോ നൈട്രൈൽ. പാൻ എന്ന ഷോർട്ട് ഫോം, പോളി അക്രൈലോ നൈട്രൈൽ. ഓക്കെ, ഇനി ഇത് പിന്നെ അക്രൈലോ നൈട്രൈൽ എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH Cn. ഇതാണ് അക്രൈലോ നൈട്രൈൽ. വിനൈൽ സയനൈഡ് അല്ലേ? വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ പ്രൊപ്പീൻ നൈട്രൈൽ. പ്രൊപ്പീൻ, PROPENE, പ്രൊപ്പീൻ നൈട്രൈൽ. ഇതിൻ്റെ പോളിമറാണ് പോളി അക്രൈലോ നൈട്രൈൽ. അപ്പോൾ ഇറ്റ് ഈസ് എൻ അഡീഷൻ പോളിമർ ഓഫ് അക്രൈലോ നൈട്രൈൽ. ഇത് അക്രൈലോ നൈട്രൈൽ ബ്രാക്കറ്റിൽ വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ പ്രൊപ്പീൻ നൈട്രൈൽ. IUPAC നെയിം പ്രൊപ്പീൻ നൈട്രൈൽ. ഇത് N മോളിക്യൂൾ എഴുതുക, പോളിമറൈസേഷൻ എഴുതുക, CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കുക, ഇവിടെ CN എഴുതുക, സിംഗിൾ ബോണ്ട്. ഓക്കെ, N ടൈംസ്. ഇതിനെ നമ്മൾ ഇത് ഫൈബർ, ഇറ്റ് ഈസ് യൂസ് ഫോർ മേക്കിംഗ് ഫൈബേഴ്സ്. അതിന് വേറെ പേര് അക്രൈലാൻ അല്ലെങ്കിൽ ഓർലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ ഈ രണ്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഷോർട്ട് ഫോമാണ് ഓർലോൺ കേട്ടോ. അവിടെയാണ് ആദ്യമായി ഉണ്ടാക്കിയത്. ഓക്കെ, ക്ലിയർ? പോളി അക്രൈലോ നൈട്രൈൽ. ഓക്കെ, ഇനി അടുത്തത് പിന്നെ അഡീഷൻ പോളിമേഴ്സ്. ഇതിൽ അടുത്ത് വരുന്നത് റബ്ബറാണ്. ആദ്യം നാച്ചുറൽ റബ്ബർ എഴുതുക. നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റബ്ബർ ഐസോപ്രീൻ എന്ന് പറയുന്ന ഇതിൻ്റെ പോളിമറാണ് നാച്ചുറൽ റബ്ബർ. ഓക്കെ, എഴുതിച്ചേ. ദി മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ ഈസ് ഐസോപ്രീൻ. ദി മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ ഈസ് ഐസോപ്രീൻ. എഴുതിയോ? ദി മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ ഈസ് ഐസോപ്രീൻ. ബ്രാക്കറ്റിൽ 2-methyl butadiene. 2-methyl butadiene. എഴുതിയോ? 2-methyl butadiene ഇൻഡസ്ട്രിയൽ നെയിമാണ് ഐസോപ്രീൻ. അതായത് എന്താ ബ്യൂട്ടാഡൈൻ? 1 2 3 4 ഡബിൾ ബോണ്ട് ഇല്ലേ ബ്യൂട്ടാഡൈൻ. അത് 2-methyl ആകുമ്പോൾ ഇവിടെ ഒരു CH3 വരും. ഓക്കെ, ബാക്കി H കൊടുത്താൽ മതി, CH2 അല്ലേ? അപ്പോൾ 2-methyl butadiene വരയ്ക്കാറിയാലോ. ഇതിൻ്റെ കോമൺ നെയിമാണ് ഐസോപ്രീൻ. ഇത് പോളിമറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഏത്? പിന്നെ നാച്ചുറൽ റബ്ബർ. അപ്പോൾ പോളിമറൈസേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ട് രണ്ടെണ്ണം ഉള്ളതിൻ്റെ പോളിമറൈസ് ചെയ്യുമ്പോൾ ടെക്നിക്ക് വെച്ചാൽ ഈ ഡബിൾ ബോണ്ട് ഇവിടത്തേക്ക് മൂവ് ചെയ്യിക്കുക, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് എന്താ ചേഞ്ച് കിട്ടുക? ചേഞ്ച് CH2 ആയി. ഇവിടെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഇവിടെ സിംഗിൾ ബോണ്ട് C, ഇവിടെ CH3 ഉണ്ട്. ഈ മിഡിലത്തെ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി. ഇപ്പോൾ ഡബിൾ ബോണ്ട് CH, ഇത് സിംഗിൾ ബോണ്ട് CH2 ആയില്ലേ. ഇനി രണ്ട് ഭാഗത്ത് സിംഗിൾ ബോണ്ട് ഇടുക N ടൈംസ്. ഇതാണ് ഏത്? നാച്ചുറൽ റബ്ബർ. മനസ്സിലായല്ലോ? ഇത്
ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, സിസ്സും ഉണ്ട് ട്രാൻസും ഉണ്ട്. ഞാനിപ്പോൾ സിസ്സും ട്രാൻസും ഉണ്ട് കേട്ടില്ലേ. അതിൽ സിസ്സാണ് ഏത് നാച്ചുറൽ റബ്ബർ കേട്ടോ. അപ്പോൾ സിസ് പോളി ഐസോപ്രീൻ ആണ്. വേണമെങ്കിൽ ആ വാക്കും കൂടെ ചേർത്ത് വെച്ചോ. എന്താണ് നാച്ചുറൽ റബ്ബർ ഈസ് സിസ് പോളി ഐസോപ്രീൻ. സിസ് പോളി ഐസോപ്രീൻ. സിസ്സും ട്രാൻസും ഉണ്ട്. കാരണം ഈ CH2 CH3 കണ്ടോ ഇവിടെ ഇപ്പുറം കണ്ടോ, ഒരു CH കഴിഞ്ഞിട്ട് CH2 ഇവിടെ H. അപ്പോൾ CH2 രണ്ടും ഒരേ സൈഡിലാണെങ്കിൽ ഈ CH2 സിംഗിൾ ബോണ്ടും ഈ CH2 സിംഗിൾ ബോണ്ടും ഒരേ സൈഡിൽ ആണെങ്കിൽ അതിനെ സിസ് എന്ന് വിളിക്കും. ട്രാൻസ് വേറൊരു സാധനം ഉണ്ട് കേട്ടോ, ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ സിസ് പോളി ഐസോപ്രീൻ ആണ്. ഇനി ഈ റബ്ബറിൻ്റെ സ്വഭാവങ്ങൾ, മോശം സ്വഭാവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഒന്ന്, അതിന് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഒരുപാട് കൂടുതലാണ്. പിന്നെ ഒന്ന്, അത് ഹൈ ടെമ്പറേച്ചറിൽ സോഫ്റ്റ് ആവും. പിന്നെ അത് ലോ ടെമ്പറേച്ചറിൽ എന്താ പറയുക, ബ്രിട്ടിലാണ്, പൊട്ടും. ഈ സ്വഭാവങ്ങളുള്ള റബ്ബർ നമുക്ക് റോഡുകളിലൊന്നും ടയറൊന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഈ സ്വഭാവങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ് ചെയ്യും. അതിനാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുക, വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? വൾക്കനൈസേഷൻ നടക്കുന്നത് അസംസ്കൃത റബ്ബർ, ഏത് പിന്നെ റബ്ബർ, റോ റബ്ബർ എന്ന് പറയും അല്ലേ, RAW, റോ റബ്ബർ സൾഫർ ചേർത്ത് ചൂടാക്കും. ഓക്കെ, ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് റോ റബ്ബർ വിത്ത് സൾഫർ ഈസ് കോൾഡ്, ഇതെല്ലാവരും, ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് റോ റബ്ബർ വിത്ത് സൾഫർ ഈസ് കോൾഡ് വൾക്കനൈസേഷൻ. ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് റോ റബ്ബർ വിത്ത് സൾഫർ ഈസ് കോൾഡ് വൾക്കനൈസേഷൻ. ഇനി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ സിസ്, ഇതാ സിസ് CH3, പിന്നെ ഒരു ഡബിൾ ബോണ്ട് അല്ലേ, ഡബിൾ ബോണ്ട് C, ഇത് CH2. ഈ CH2 രണ്ടും ഒരേ സൈഡിലായ സിസ് ആയിട്ടോ. then ഇവിടെ H. ഇതാണ് സാധനം, കണ്ടില്ലേ. അപ്പോൾ ഈ പിന്നെ ഇതിൽ എന്ത്, ഈ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടാണ്. അവിടെ സൾഫർ ക്രോസ് ലിങ്കിങ് ഉണ്ടാവും. എന്നുണ്ടാവും സൾഫർ ക്രോസ് ലിങ്കിങ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡബിൾ ബോണ്ട് എന്താക്കുക, സിംഗിൾ ബോണ്ട് ആക്കുക. എന്നിട്ട് ഇവിടെ സൾഫർ എഴുതുക, ഇവിടെ സൾഫർ എഴുതുക, സിംഗിൾ ബോണ്ട് ഉണ്ടല്ലേ. ഇനി ഈ കാർബൺ ഒന്നും കൂടെ എഴുതുക. എന്നിട്ട് ഇവിടെ എന്ത് വരും പറ, ഈ കാർബണിൻ്റെ ഇവിടെ ഒരു CH2 ഉണ്ട് അല്ലേ, ഇവിടെ എന്താ ഉള്ളത് CH3, ദെൻ ഏത് സിംഗിൾ ബോണ്ട് C, ഇവിടെ C അല്ലേ, C, പിന്നെ ഇവിടെ CH2, ഇവിടെ ഏതാണ് H, കണ്ടില്ലേ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ക്ലിയർ. ഇതാണ് സൾഫർ ക്ലോസ് ലിങ്കിങ്. അപ്പോൾ ഇതിക്കോ, ഡ്യൂറിങ് vulcanization sulfur cross links are formed. Sulfur cross links are formed at the active site of the double bond. Sulfur cross links are formed at the active site of the double bond. ഇതൊന്നും വേണമെങ്കിൽ ജസ്റ്റ് വരച്ച് വെച്ചേ, ഇങ്ങനെയാണ് സൾഫർ ക്രോസ് ലിങ്ക് ഇരിക്കുന്നില്ലേ കേട്ടോ. ഓക്കെ, അടുത്തത് സിന്തറ്റിക് റബ്ബറാണ്. സിന്തറ്റിക് റബ്ബർ നമുക്ക് പഠിക്കാനുള്ളത് 3 എണ്ണമാണ്. ഒന്ന് നിയോപ്രീൻ ആണ്. ഏതൊക്കെയല്ലേ നിയോപ്രീൻ, NEOPRENE. ഫസ്റ്റ് തന്നെ പറയട്ടെ, 2-methyl-buta-1,3 ഡൈനെ എന്താ വിളിക്കുക, ഐസോപ്രീൻ അല്ലേ. വാട്ട് ഈസ് ഐസോപ്രീൻ? 2-methyl-buta-1,3 ഡൈൻ. അതേപോലെ 2-chloro-buta-1,3 ഡൈൻ, അതിൻ്റെ പേരാണ് ക്ലോറോപ്രീൻ. 2-chloro-buta-1,3 ഡൈൻ്റെ പേരെന്താ, ക്ലോറോപ്രീൻ. ആ ക്ലോറോപ്രീൻ്റെ പോളിമറാണ് ഏത്, നിയോപ്രീൻ. ഓക്കെ, അപ്പോൾ എഴുതി എല്ലാവരും. യെസ്, സിന്തറ്റിക് റബ്ബറിൽ ഒന്നാമത്തെ നിയോപ്രീൻ എന്നതില്ലേ, ഇറ്റ് ഈസ് എൻ അഡീഷൻ പോളിമർ ഓഫ് ക്ലോറോപ്രീൻ. ഇറ്റ് ഈസ് എൻ അഡീഷൻ പോളിമർ ഓഫ് ക്ലോറോപ്രീൻ. ബ്രാക്കറ്റിൽ 2-chloro-buta-1,3 ഡൈൻ, 2-chloro-buta-1,3 ഡൈൻ. അപ്പോൾ നോക്കേ, CH2 ഡബിൾ ബോണ്ട് CH3ക്ക് പകരം Cl, പിന്നെ സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2. ഇതാണ് 2-chloro-buta-1,3 ഡൈൻ. ഇതിൻ്റെ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പോളിമറൈസേഷൻ എഴുതുക. എന്താ കിട്ടുക, ഈ ഡബിൾ ബോണ്ട് നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കുക, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കുക. പറഞ്ഞേ, CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി C, അവിടെ Cl ഓൾറെഡി ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഡബിൾ ബോണ്ട് CH, പിന്നെ സിംഗിൾ ബോണ്ട് CH2. ഇതല്ല യൂണിറ്റ്, രണ്ട് ഭാഗം സിംഗിൾ ബോണ്ട് വരക്കുക n ടൈംസ്. ഇതാണ് ഏത്, നിയോപ്രീൻ. പഠിച്ചില്ലേ നിയോപ്രീൻ? ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് ബ്യൂണ എസ് ആണ്. അടുത്തത് ബ്യൂണ എസ്. ആ വാക്ക് തന്നെ ഉണ്ട്, ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും.
ഞാൻ നേരത്തെ പോളിസ്റ്റൈറീൻ അഡീഷൻ പോളിമറിൽ പോളിസ്റ്റൈറീൻ വിട്ടുപോയി, അതൊന്ന് അവിടെ എഴുതി വെച്ചേ. പോളിസ്റ്റൈറീൻ അഡീഷൻ പോളിമറിൽ ഒന്നും കൂടെ എഴുതി വെക്കും കേട്ടോ. അഡീഷൻ പോളിമർ നേരത്തെ എഴുതിയതിൽ റബ്ബറിന് മുമ്പേ. പോളിസ്റ്റൈറീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അഡീഷൻ പോളിമർ ഓഫ് സ്റ്റൈറീൻ. അഡീഷൻ പോളിമർ ഓഫ് സ്റ്റൈറീൻ. സ്റ്റൈറീൻ്റെ ബ്രാക്കറ്റിൽ ഫിനൈൽ എത്തീൻ എഴുതുക. ഫിനൈൽ എത്തീൻ പഠിച്ചില്ലേ? ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് C6H5 അല്ലെങ്കിൽ ബെൻസീൻ റിംഗ്. ഇതാണ് ഫിനൈൽ എത്തീൻ. ഇത് പോളിമറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഇത്. CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും, ഇവിടെ C6H5. ഓക്കെ, സിംഗിൾ ബോണ്ട് N ടൈംസ്. ഓക്കെ, ഇതാണ് പോളിസ്റ്റൈറീൻ. ഇത് റേഡിയോ അതുപോലെ ടെലിവിഷൻ ക്യാബിനറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കൽ കേട്ടോ. യൂസ്ഡ് ഫോർ മേക്കിംഗ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ക്യാബിനറ്റ്സ്. ഓക്കെ, പോളിസ്റ്റൈറീൻ. അപ്പോൾ സ്റ്റൈറീൻ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ബ്യൂണ എസ് അല്ലേ ഞാൻ പറഞ്ഞത്? ബ്യൂണ എസ് ശരിക്കും ബ്യൂട്ടാഡൈൻ അതുപോലെ സ്റ്റൈറീൻ ഇത് രണ്ടും കൂടെ ചേർത്ത ഒരു പോളിമറാണ്. ഒന്നിൽ കൂടുതൽ മോണോമർ വന്നാൽ അതിനെ കോ പോളിമർ എന്ന് പറയും. എന്താ പറയുക? കോ പോളിമർ. അപ്പോൾ ആ ഇല്ലേ ബ്യൂണ, അത് സോഡിയമാണ്, സോഡിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് സോഡിയം പോളിമറൈസിങ് ഏജൻ്റാണ്. ഓക്കെ, പോളിമറൈസിങ് ഏജൻറ്റ്. അപ്പോൾ വാക്ക് തന്നെയുണ്ട്. ബ്യൂട്ടാഡൈനിലെ BU, സ്റ്റൈറീനിലെ S, എന്ന് പറഞ്ഞാൽ സോഡിയം പോളിമറൈസിങ് ഏജൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് കോ പോളിമർ എന്ന് പറയാൻ കാരണം എന്താണ്? രണ്ട് വ്യത്യസ്ത മോണോമർ ഉണ്ടായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിക്കോ ഇറ്റ് ഈസ് എൻ അഡീഷൻ കോ പോളിമർ ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് it is an addition copolymer of butadiene and styrene. STYRENE. Addition copolymer of butadiene and styrene. During polymerization, sodium is used as a polymerizing agent. Sodium is used as a polymerizing agent. Sodium is used as a polymerizing agent. Okay, അപ്പോൾ ഇനി ഇക്വേഷൻ ശ്രദ്ധിക്കുക. ബ്യൂട്ടാഡൈൻ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് ബ്യൂട്ടാഡൈൻ. സ്റ്റൈറീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബെൻസീൻ റിങ്ങിനെ വരക്കാം. ബെൻസീൻ റിങ് CH ഡബിൾ ബോണ്ട് CH2 സ്റ്റൈറീൻ. ഇവിടെ എറോ മാർക്കിൻ്റെ മുകളിൽ സോഡിയം എന്ന് എഴുതുക. പോളിമറൈസേഷൻ ടെക്നിക്ക് ഇങ്ങനെയാണ്. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഇത് നേരെ ഇവിടത്തേക്ക് സിംഗിൾ ബോണ്ട് ആക്കുക, ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കുക. കണ്ടില്ലേ എറോ മാർക്ക്? അപ്പോൾ പറഞ്ഞേ CH2 ആ പീസ് പറഞ്ഞ CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഇവിടെ ഓൾറെഡി സിംഗിൾ ബോണ്ട് ആയിരുന്നു, പക്ഷേ അതെന്തായി മാറി? ഡബിൾ ബോണ്ട് വന്നു അല്ലേ? ഡബിൾ ബോണ്ട് CH പിന്നെ സിംഗിൾ ബോണ്ട് CH2. ഇനി ആ CH2 നേരെ പോയിട്ട് CH ആക്കുക. CH ഉണ്ടോ? അവിടെ ഏത് റിംഗ് ഉണ്ട്? ബെൻസീൻ റിംഗ് ഉണ്ട്. അതിനുശേഷം എന്തുണ്ട്? CH2 ഉണ്ടല്ലേ? സിംഗിൾ ബോണ്ട് ഇടുക. എന്നിട്ട് ഇവിടെ സിംഗിൾ ബോണ്ട് ഇടുക. എത്ര ടൈംസ്? N ടൈംസ്. ഇതാണ് ബ്യൂണ എസ്. പഠിച്ചില്ലേ? ബ്യൂണ എസ്. ഇപ്പോൾ വരക്കാൻ പഠിച്ചല്ലോ. ഓക്കെ, ഇനി അടുത്ത് ബ്യൂണ N ആണ്. ബ്യൂണ N അതും ഈ വാക്ക് തന്നെയുണ്ട്. ഇത് ബ്യൂട്ടാഡൈനാണ് ഒരു മോണോമർ. മറ്റൊന്ന് ഈ N അല്ലേ, അത് അക്രൈലോ നൈട്രൈലാണ് ഉദ്ദേശിക്കുന്നത്. അക്രൈലോ നൈട്രൈൽ. അപ്പോൾ ഇതിക്കോ ഇറ്റ് ഈസ് എൻ അഡീഷൻ കോപോളിമർ ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് അക്രൈലോനൈട്രൈൽ. അക്രൈലോ ACRYLO അക്രൈലോനൈട്രൈൽ NITRILE. അഡീഷൻ കോപോളിമർ ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് അക്രൈലോനൈട്രൈൽ. ഇതെയോ during polymerization sodium is used as polymerizing agent. Sodium is used as polymerizing agent. ഇതെയോ sodium is used as polymerizing agent. അല്ലേ? ഇനി ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ ഒന്നിച്ചെന്നെ എഴുതാം. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ബ്യൂട്ടാഡൈനയില്ലേ? ഇനി അക്രൈലോനൈട്രൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് CH2 ഡബിൾ ബോണ്ട് CH എഴുതിയിട്ട് ഇവിടെ CN എഴുതണം കേട്ടോ. നേരത്തെ ബെൻസീൻ റിംഗ് ആദ്യമല്ലേ നമ്മൾ എഴുതിയത്, ഇവിടെ CN ലാസ്റ്റിൽ എഴുതുക. ഇനി സോഡിയം എറോ മാർക്കിന് മുകളിൽ എഴുതിയാൽ നല്ലതായി. പിന്നെ ഈ ഡബിൾ ബോണ്ട് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇത് നേരെ ഇങ്ങോട്ട് സിംഗിൾ ബോണ്ടായി, ഇത് സിംഗിൾ ബോണ്ടായി. കണ്ടില്ലേ? അപ്പോൾ എന്താ കിട്ടുക? CH2 ഡബിൾ ബോണ്ടിൽ സിംഗിൾ ബോണ്ടായി, പിന്നെ ഡബിൾ ബോണ്ടായി CH സിംഗിൾ ബോണ്ട് CH2 കിട്ടിയില്ലേ? ഇനി അടുത്ത യൂണിറ്റ് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് CH2 ആണേ, പിന്നെ സിംഗിൾ ബോണ്ട്
CH. ഇവിടെ CN കണ്ടോ, ആ വാലൻസി വരുന്ന സ്ഥലത്താണ് CN. ക്ലിയർ? N ടൈംസ്. ഇതാണ് ഏതാണ് ബ്യൂണ N. അപ്പോൾ സിന്തറ്റിക് റബ്ബർ 3 എണ്ണയില്ലേ, അതിൽ രണ്ടെണ്ണം അഡീഷൻ കോ പോളിമറാണ്, മറ്റ് സാധാരണ പോളിമർ. കേട്ടില്ലേ? ഹോമോ പോളിമർ. ഒറ്റ മോണോമർ ഇല്ലെങ്കിൽ ഹോമോ പോളിമർ എന്ന് പറയും. കേട്ടില്ലേ? ഇത് അഡീഷൻ കോ പോളിമറാണ്, ഹെറ്റ്റോ പോളിമർ, അതായത് അഡീഷൻ കോ പോളിമർ. ഓക്കെ. അടുത്തത് കണ്ടൻസേഷൻ പോളിമറിൻ്റെ ഹെഡിങ് എഴുതുക. കണ്ടൻസേഷൻ പോളിമർ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് പോളിയെസ്റ്റർ അതുപോലെ പോളിഅമൈഡ്. 2 ടൈപ്പാണ്, പോളിയെസ്റ്ററും പോളിഅമൈഡ്. നമ്മൾ പറയുന്നത് പോളിയെസ്റ്റർ ഇല്ലേ, അത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോളിയെസ്റ്റേഴ്സ് എഴുതുക. പോളിയെസ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ടെറിലീനും ഗ്ലിപ്റ്റാളും. അപ്പോൾ ഫസ്റ്റ് എഴുതിക്കോ, ടെറിലീൻ, TRRYLENE, ടെറിലീൻ അല്ലേ, ടെറിലീൻ. അതിൻ്റെ യെസ് അല്ലേ, ടെറിലീൻ. അതിന് വേറെ പേരാണ് ഡാക്രോൺ, DACRON, ഡാക്രോൺ അല്ലേ. അപ്പോൾ ടെറിലീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിലീൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡും അതിൻ്റെ കണ്ടൻസേഷൻ പോളിമറാണ്. കണ്ടൻസേഷൻ പോളിമർ എന്താണെന്ന് ഇല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞാൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പുള്ള മോണോമറാണ് ഉപയോഗിക്കേണ്ടത്. കേട്ടോ? യെസ്. അതായത് കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദി repeated addition of monomers containing at least 2 polar functional groups. These polymers are formed by the repeated addition condensation of these polymers are formed by the condensation of monomers containing at least 2 polar functional groups. Monomers containing at least 2 polar functional groups. At least 2 polar functional groups by the removal of small molecules like water, ammonia, etc. By the removal of small molecules like water, ammonia, etc. അതിൽ ഒന്നാമത്തേത് ഏതാണ്? ടെറിലീൻ. ഇറ്റ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ ഓഫ് എത്ര എഴുതണ്ടോ? ഇറ്റ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ടെർത്താലിക് ആസിഡ്. എത്തിലീൻ ഗ്ലൈക്കോൾ DTHYLENE, എത്തിലീൻ ഗ്ലൈക്കോൾ GLYCOL ആൻഡ് ടെർത്താലിക് ആസിഡ് PHTHALIC, ടെർത്താലിക് ആസിഡ്. എഴുതിയോ? ടെർത്താലിക് ആസിഡ്. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ടെർത്താലിക് ആസിഡ്. അപ്പോൾ ഞാൻ ഫോമിൽ സ്ട്രക്ചർ വരക്ക് ശ്രദ്ധിക്കുക. CH2 എഴുതുക. 2 ഭാഗത്ത് OH. ഇതാണ് എഗെയിൻ OH ഇതില്ലേ, ഇതാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. അപ്പോൾ എത്തിലീൻ ഗ്ലൈക്കോൾ ഫോമിൽ പറഞ്ഞാൽ CH2OH സിംഗിൾ ബോണ്ട് CH2OH. ടെർത്താലിക് ആസിഡ് ആണെങ്കിൽ ഒരു ബെൻസീൻ റിംഗ് വരക്കുക. എന്നിട്ട് 2 ഭാഗത്തും പാരാ പൊസിഷനിൽ COH എഴുതുക. ഇപ്പുറം COH, ഇപ്പുറം COH. ഇതാണ് ടെർത്താലിക് ആസിഡ്. എത്തിലീൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡ്. ഇത് പോളിമറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും ഓർമ്മ കണ്ടു. എസ്റ്റർ ഉണ്ടാകുന്നത് ഏതാണ്? COOHലത്തെ OHും ആൽക്കഹോളിലെ H കൂടെ അത് എസ്റ്ററിൽ വാട്ടർ റിമൂവ് ചെയ്യുന്നത് എസ്റ്റർ ഫോം ചെയ്യുമ്പോൾ. അപ്പോൾ ഈ Hഉം ഈ OH വാട്ടർ ആക്കുക. ബാക്കി പറഞ്ഞേ CH2, ഈ സൈഡിലെ OH അവിടെ നിൽക്കട്ടെ, CH2. ഇനി പറ, ഈ Hഉം ഈ OH വാട്ടറായി. അപ്പോൾ ഇവിടെ നിന്ന് ബാക്കി വരും O, പിന്നെ ഇവിടെ CO, പിന്നെ എന്താ ഉണ്ടാവുക? ബെൻസീൻ റിങ് അല്ലേ, ബെൻസീൻ റിങ്. ഇനി ഇവിടെ ഒരു COOH ഉണ്ടാവും, ഇവിടെ OH ഉണ്ടാവും. ഈ OHലത്തെ ഏത് റിമൂവ് ചെയ്യും? ഈ OHലത്തെ H റിമൂവ് ചെയ്യും. അപ്പോൾ O ബാക്കി. ഈ COOHലത്തെ ഏത് റിമൂവ് ചെയ്യും? OH. അപ്പോൾ അവിടെ സിംഗിൾ ബോണ്ട് OH അങ്ങ് റിമൂവ് ചെയ്യാം N ടൈംസ്. ഇതാണ് ഏത്? പറ. ടെറിലീൻ. പഠിച്ചില്ലേ? അപ്പോൾ വരക്കാൻ പഠിച്ചില്ലേ? യെസ്. ഇനി
അടുത്തത് പിന്നെ ഗ്ലിപ്റ്റാൾ എന്ന് പറയുക, GLYPTAL ഗ്ലിപ്റ്റാൾ. അത് എഴുതിക്കോ. ഇറ്റ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ ഓഫ്, കണ്ടൻസേഷൻ കോ പോളിമർ ആണ്, കാരണം രണ്ട് വ്യത്യസ്ത മോണോമർ ഉണ്ടായ കോ പോളിമറാണ്. ഇറ്റ് ഈസ് എ കണ്ടൻസേഷൻ കോ പോളിമർ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് താലിക് ആസിഡ്. എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് താലിക് ആസിഡ്. എന്താ താലിക് ആസിഡ്? ബെൻസീൻ റിംഗിൽ രണ്ട് COOH അടുത്തടുത്ത് എഴുതി കഴിഞ്ഞാൽ, ഓർത്തോ പൊസിഷനിൽ എഴുതി കഴിഞ്ഞാൽ താലിക് ആസിഡായി. അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇതാ CH2OH സിംഗിൾ ബോണ്ട് CH2OH, ഇതാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. താലിക് ആസിഡ് പറയുമ്പോൾ ബെൻസീൻ റിങ് അല്ലേ, ബെൻസീൻ റിങ് എന്താ വരിക? COOH അല്ലേ. അപ്പോൾ ബെൻസീൻ റിങ് COOH താലിക് ആസിഡ്. അപ്പോൾ നമുക്ക് ഈ താലിക് ആസിഡ് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ ഇത് എഴുതുമ്പോൾ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ COOH എഴുതാം, ഇവിടെ COOH എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ Hഉം ഈ OHയുടെ വാട്ടറാക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ വരക്കാം. ബെൻസീൻ റിങ് ഇതാ നല്ലത്. ഓക്കെ, ഇവിടെ COOH, ഇവിടെ COOH. ഇനി റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്ര ചെയ്യണ്ടു. ഈ ആദ്യം താലിക് ആസിഡിൻ്റെ പിന്നെ പാർട്ടങ്ങ് വരക്കാം. കണ്ടില്ലേ ബെൻസീൻ റിങ്? ഇത് COOH അല്ലുള്ളത്, അതിൽ CO എന്ന് എഴുതുക. ഈ OHഉം ഈ Hയുടെ വാട്ടറായി. അപ്പോൾ എന്താ ബാക്കി വരിക? ഇവിടെ O, പിന്നെ CH2, പിന്നെ OH അല്ലുള്ളത്, അതിൽ H അങ്ങ് റിമൂവ് ചെയ്യും. ഇത് കുറച്ച് അടുത്തടുത്തായി പോയി, കേട്ടില്ലേ? ഇനി ആദ്യം മാറ്റി വരക്കണ്ടല്ലോ. CH2 ഇവിടെ O, ഈ H അങ്ങ് പോയി കേട്ടോ. ഓക്കെ, ഇനി ക്ലിയർ? ഇനി എന്ത് സംഭവിക്കും പറ? ഇപ്പുറത്ത് എന്തുണ്ടാവും? COOH ഉണ്ടാവില്ല, അതിൽ OH അങ്ങ് പോയി. ഇത് N ടൈംസ്. ഇതാണ് ഏത്? ഗ്ലിപ്റ്റാൾ. ഗ്ലിപ്റ്റാളാണ് പെയിൻറ്റിലൊക്കെ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, പെയിൻറ്റിൽ ഫൈബർ ഉണ്ടായി കഴിഞ്ഞാൽ പായലുണ്ടാവില്ല, പൂപ്പലുണ്ടാവില്ല ഒക്കെ പറഞ്ഞിട്ട് പറയുന്നില്ല നമ്മൾ. അതാണ് സംഭവം കേട്ടോ, ഗ്ലിപ്റ്റാൾ. ഓക്കെ, യെസ്, യൂസ്ഡ് ഇൻ ലാക്വേഴ്സ് ആൻഡ് പെയിൻറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ട് പോളിയെസ്റ്റർ പഠിച്ചല്ലോ. അടുത്തൊരു പോളിയെസ്റ്റർ, ഇത് ലാസ്റ്റ് സെക്ഷനിലാണ് പഠിക്കാനുള്ളത്, പക്ഷെ ഞാൻ ഇപ്പം തന്നെ പറയുന്നു. ഒരു ബയോഡിഗ്രേഡബിൾ പോളിയെസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോം PHBV എന്നാണ്. PHBV. അതിന് മുഴുവൻ പേര് പോളിഹൈഡ്രോക്സി ബ്യൂട്ടൈറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വാലറേറ്റ്. ഇതാണ് അതിൻ്റെ മുഴുവൻ പേര് കേട്ടോ. പോളിഹൈഡ്രോക്സി ബ്യൂട്ടൈറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വാലറേറ്റ്. അതിനെ എഴുതിക്കോ. ഇറ്റ് ഈസ് എ ബയോഡിഗ്രേഡബിൾ പോളിയെസ്റ്റർ. ഇറ്റ് ഈസ് എ ബയോഡിഗ്രേഡബിൾ പോളിയെസ്റ്റർ. ഓക്കെ, ബയോഡിഗ്രേഡബിൾ പോളിയെസ്റ്റർ ആണ്. ഇനി ഇത് രണ്ട് മോണോമറാണ്. മോണോമർ പേര് മാത്രം പഠിച്ചാലും മതി. ഓക്കെ, പോളിമറൈസേഷൻ്റെ സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇറ്റ് ഈസ് an condensation polymer of 3-hydroxy butanoic acid and 3-hydroxy pentanoic acid. 3-hydroxy butanoic acid and 3-hydroxy pentanoic acid. അല്ലേ, 3-hydroxy butanoic acid and 3-hydroxy pentanoic acid.